ഹേ ഗേസ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കണ്ണൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും ഗേസ്. നമ്മൾ ഇന്ന് വയലിൽ കാലൂത്തി നിൽക്കുകയാണ്. കണ്ട 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 ഗേസ്, നമ്മളിന്ന് വയലിൽ നിൽക്കുകയാണ് ഗേസ്. കിട്ടില്ല വ്യൂ ഗേസ്, അതും മഴക്കാറും കൂടെ ഉണ്ട്. ഇവിടെ ചുഴലിക്കാറ്റൊക്കെ അടിച്ച് ആ ചത്തോ എന്തോ ഒരപ്പൂപ്പ അവിടെ നിന്ന് നടപ്പാണ് കണ്ട ഗേസ്. കിട്ടില്ല വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ, രക്ഷയില്ല. അങ്ങോട്ടൊക്കെ പാടത്തുനിന്നൊക്കെ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരിക്കും ഗേസ്. അത്രയ്ക്ക് വെള്ളം ഇല്ലേ ഇവിടെയൊക്കെ. ഇതുവഴി വേണമെങ്കിൽ നമുക്ക് അങ്ങ് കയറി പോകാം, എൻ്റെ വീട് വരെ പോകാം. പക്ഷേ ഗേസ്, ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ വെള്ളല്ലൂർ. നമ്മൾ വയലിൽ നിൽക്കുകയാണ്. എൻ്റെ വീട് വേണ്ട ആ കാട് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഗേസ്. അവിടെയാണ് എൻ്റെ വീട്, എൻ്റെ അമ്മേരെ വീട്. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ കയറി പോവാം. ഇവിടെ പക്ഷേ ഒരുപാട് ചെടിയാണോ നെല്ലാണോ ഒന്നും അറിയാൻ വയ്യ. നെല്ലാണോ എന്തോ. ഇതുവഴി നമുക്ക് അപ്പുറത്ത് കിടക്കാൻ കേസ്. ഒരു കൊക്കൊക്കെ അവിടെ നിന്ന് നിൽക്കുകയാണ്. ഈ ചവിട്ടിയിട്ട് ഒന്നും പറ്റുന്നില്ല, അത് വേറെ കാര്യം. എന്നാൽ തന്നെ ഇപ്പോൾ ഉണ്ട് കേസ്. എന്താ ഇവിടെ നിന്ന് നമുക്ക് ഈ കളിമണ്ണെടുക്കാൻ വരണം. കിട്ടില്ല കളിമണ്ണാണിത്. ഇന്ന് തന്നെ രാത്രി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഒരു പടി കണ്ട് ഇതുവഴി നമുക്ക് ഇനി നേരെ അങ്ങ് പോവാം. ഇവിടെയൊക്കെ വെള്ളമുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു പടിയുണ്ട്. ഇതുവഴി നമുക്ക് ചവിട്ടി ഇവിടെ ഒരു ഇതുണ്ട്. പടിയെന്ന് വെച്ചാൽ ഒരു മണ്ണിട്ട് പൊക്കി വെച്ചേക്കുന്ന സാധനം. ഇതുവഴി പോയി ഇങ്ങനെ പോയി ഇവിടെയൊക്കെ വെള്ളം കാണുമോ? ഇല്ല. ഇവിടെ ആരാ പന്നിയാന്തോ കുഴിച്ചിട്ടേക്കും. നമുക്ക് ഇതുവഴി ഇങ്ങനെ അങ്ങ് പോവാം. ഇവിടെയൊക്കെ അടിപൊളി കണ്ടോ. ഇവിടെ കാടിൻ്റെ കഴിഞ്ഞൊക്കെ പോകണുണ്ടോ? അവിടെ വെള്ളം കേസ്, അതുകൊണ്ടേ ചവിട്ടിയാലും പൂന്നിപ്പോയി. അതുകൊണ്ട് വെള്ളത്തിൽ ചവിട്ടാതെ ഞാൻ വരുന്ന. അയ്യോ കിടിലം കേസ്. ഈ സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കണ്ട, ഞാൻ ഇല്ലല്ലോ അവിടെ നിന്നാണ് വരുന്നത്. ആ വഴിയിൽ അവിടെ നിന്നാണ് വന്നത് ഞാൻ. പക്ഷേ റോഡ് വഴി കയറി പോകണം. നമുക്ക് ഈ റോഡ് വഴി കയറി പറ്റുന്ന നമുക്ക് എത്താൻ പറ്റും. അയ്യോ, വേണമെങ്കിൽ നമുക്ക് തിരിച്ച് തോട്ട് വരുമ്പോൾ പോകാം. പക്ഷെ അവിടെ ഇത്തിരി നല്ലോണം കാട് കേസ്, അതുകൊണ്ട് അവിടെ നിന്ന് പോകാൻ വേണമെങ്കിൽ പാടാണ്. അയ്യോ, നമ്മൾ അങ്ങനെ അവിടെ തീസ് നടന്നു വരുന്ന ക്ഷീണമുണ്ട്. കിടിലുള്ള സ്ഥലമല്ലേ. നമ്മൾ അവിടെ നിന്നാണ് കേസ് വന്നത്. മഴക്കോള് കണ്ട, കാർമേഘങ്ങളൊക്കെ ഇതായി നിൽക്കുന്നു കേസ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് പോയില്ലെങ്കിൽ മഴ ഉള്ളതിൻ്റെ വരും, ഫോൺ നനയുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് പോകണം. ഒരു അപ്പൂപ്പ അവിടെ നിന്ന് നടന്ന് വരുന്ന കണ്ട കേസ്. നല്ല പരിചയമുള്ള അപ്പൂപ്പ. ഏതാണ് അത് നോക്കും. ഇവിടെയൊക്കെ ചെളിയാണ് കേസ്. കണ്ട ചെളി വെയിലെന്ന് വെച്ചാൽ കിടിലം വ്യൂ അല്ല കേസ്. കണ്ടൻ്റെ ഇതാ എൻ്റെ അളിയൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ആക്കാം. ഇതുവഴിയാണ് നമുക്ക് കയറി പോവേണ്ട. അവിടെ ഒരു കാവാണ്. ഇവിടെ ഈ സൈഡിൽ ഒരു എന്തോ ക്ഷേത്രം, നാഗര എന്തോ ക്ഷേത്രമാണ്. ഇല്ല, അവിടെ ഒരു കാവാണ്. ആലൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ കാട് പോലെ ഒരു കേസ്. ചില സമയത്തൊക്കെ ഇവിടെ പന്നി ഇറങ്ങാറുണ്ട്. ചില സമയത്തല്ല എന്നും രാത്രി ഇവിടെ പന്നി ഇറങ്ങാറുള്ളൂ. എന്താ വേറെ കാര്യം വേണ്ട. ഇവിടെ ഈ സമയം അമ്പലം. ഇവിടെ അമ്പലം എത്താറായി. നല്ല കേസ്. ഇതാണ് കേസ്നഗര അമ്പലം. കിടില അമ്പലമാണ്. ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരോട് ഇവിടെ നിന്നൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്താറായി. അയ്യോ, ഗൈസ്, നമ്മൾ വീടെത്തണമെങ്കിൽ ആണ്ട ഇതും കയറണം. കണ്ട, ഇതിങ്ങനെ കയറി പോകണം. കല്ല് ഇതൊക്കെ തട്ടി വീണാൽ ഭയങ്കര സുഖമായിരിക്കും. ഈ അമ്പലം കണ്ട
ഇനി നമ്മളങ്ങ് കാടിലേക്ക് നമ്മൾ വളഞ്ഞു പോവുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് വളയണം. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് മഴ ചാറുന്ന പോലെ ഒരു ഫീല്. അതെൻ്റെ കയ്യിലൊരു തുള്ളിയാണ്. എത്താത്തതെന്തേ? പക്ഷേ വയലിൽ കൂടെ പോകണമെങ്കിൽ ഇല്ല, അതിൽ കൂടെ പോകണമെങ്കിൽ നമുക്ക് പാട് വരും. കാരണം ഭയങ്കര കാടാ ഗൈസ്. ഇതുവഴി ഇനി വയലിൽ വരാൻ പറ്റും. അല്ല ഇവിടെ മരത്തിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ്. എന്തോന്ന് സ്ഥലത്തിൻ്റെ പോയി മരം മുറിക്കുന്നതാണ് ഏതോ ഒരു കമ്പനിയാണ്. ഈ ഒരു പേരുണ്ടല്ലോ, എന്തോ ഒരു പേരാണ് ഗൈസ്. നമ്മൾ വീടെത്താറായി. ഇനി അവിടെയും കൂടെ കയറണം. ഇവിടെയൊക്കെ ചെളിയാണ് ഗൈസ്. ഇപ്പം അടുത്തടുത്ത് വീടൊക്കെ ഉണ്ട്. കാറൊക്കെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ചെളി. വീട് അവർ താമസിക്കുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ കിടക്കുന്നു. അല്ല ആട്ടോയൊക്കെ കിടക്കുന്നു പൊളഞ്ഞ. അത് ഇനി നമുക്ക് ചെളി പ്രശ്നമാകില്ല. അവിടെ കാറ് വീട്. ഈ ഒരു പട്ടിക്കുട്ടിയെ കണ്ടോ, പട്ടീനെ കണ്ടോ, നനവുണ്ടോ നീ. സാധാ നാടൻ പട്ടിയാണ്, പക്ഷെ വെള്ള കളറെന്നേ ഉള്ളു. ഉണ്ടോ, കൊള്ളാമല്ലോ ഗീസ്. എന്നെ കണ്ടിട്ട് നോക്കി വയ്ക്കുകയാണ്. പട്ടീനെ കടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഗീസ് എന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. പട്ടിയെ കാണാൻ ഇനി നമ്മളെ വീടിൻ്റെ മണ്ടയിലത്തെ റോഡെത്തി. ഇത്തിരി ദൂരം കൂടെ ഉണ്ട് ഗേസ്. ഇനി ഞാൻ വീട്ടിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഗേസ് നമ്മൾ ഈ വഴിയാണെങ്കിൽ കയറിയത്. ഇനി നമുക്ക് ഈ വഴി പോയി ഇവിടെ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു റോഡുണ്ട്. റോഡെല്ലാം ഒരു ഇതുണ്ട്, അതുവഴി ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗേസിന് പകുതി ദൂരവും കൂടെ ഉണ്ട്. ഒരു ഓട്ടോ മാത്രം. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് നോക്കിയാൽ ഒരാൾ ഉച്ചക്കെ. ഇവിടുന്ന് അപ്പുറത്തോട്ട് നോക്കിയാൽ കേശുവിൻ്റെ വീടും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ നമ്മളെ വീടും. ഇത് നമ്മളെ കാറൊന്നുമല്ല ഗീസ്, നമ്മളെ കാറ് താഴെ കിടക്കുന്നു. ഇത് ഈ വീട്ടിലെ മക്കളുടെ കാറാണ്. വേറെ നമ്മളെ വീടാണ് ഗീസ്, അത് കേശുവിൻ്റെ വീട്. അയ്യോ ഗൈസ്, നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു പശു പ്രസവിച്ചപ്പം ഒരു മൂക്കില്ല. എന്തോ എണീക്കാൻ ചെറിയ പാടാണ്. അത് മാറുമെന്നാണ് തോന്നുന്നത്. ചിലപ്പോഴേ അത് തോന്നുന്നുള്ളൂ. എന്നാലും നമ്മൾ വീടെത്തി. ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പിടിച്ചേക്കണേ. ടാറ്റാ.